നമസ്കാരം. ഇടമലയാർ ആനവേട്ട കേസിലെ മുഖ്യപ്രതി കൽക്കട്ട തങ്കച്ചി പച്ചപ്പാവമാണെന്ന വാദവുമായി വനപാലകർ. കോതമംഗലം കോടതിയിൽ ഇന്നലെ തങ്കച്ചി എത്തിയത് തനി നാട്ടിൻ പുറത്തുകാരി ലുക്കിലായിരുന്നു. സാധുവായ ഇവരെ കുപ്രസിദ്ധയാക്കിയത് കേസിലെ പ്രതിയുടെ ബന്ധുവായ പത്രപ്രവർത്തകനാണെന്നാണ് വനംവകുപ്പിന്റെ വെളിപ്പെടുത്തലുകൾ. കസ്റ്റഡിയിലെടുത്തതോടുകൂടി ഇവർക്കുണ്ടായിരുന്ന കിടപ്പാടവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്നും ഉദ്യോഗസ്ഥർ മറുനാടനോട് പ്രതികരിച്ചു. ഇന്നലെ വൈകിട്ട് 4:30 ഇടമലയാർ ആനവേട്ട കേസിലെ മുഖ്യപ്രതിയായ കൽക്കട്ട തങ്കച്ചി എന്ന് അറിയപ്പെടുന്ന തിരുവനന്തപുരം ചാക്ക സിന്ധു നിവാസിൽ സിന്ധു കോതമംഗലം കോടതിയിൽ കീഴടങ്ങാൻ എത്തിയത്. എന്നാൽ കീഴടങ്ങാനുള്ള തങ്കച്ചിയുടെ നീക്കം വിഫലമാവുകയായിരുന്നു. കൊൽക്കത്ത അലിപ്പൂർ അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത മാസം 23 വരെ ഈ കേസിൽ ജാമ്യം അനുവദിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കീഴടങ്ങൽ അപേക്ഷ പരിഗണിക്കാനാവില്ലെന്നായിരുന്നു കോതമംഗലം കോടതിയുടെ നിലപാട് ാണ് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയത്. ഈ കേസ് ഇടമലയാർ കേസ് ആനവേട്ട കേസ് തുടങ്ങുന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു വാച്ചറായിരുന്ന കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൺഫെഷനിൽ നിന്നാണ്. കുഞ്ഞുമോനാണ് ഈ വേട്ടക്കാർക്ക് വഴി കാണിച്ചു കൊടുത്തതും കാട്ടിലേക്കുള്ള എൻട്രി കൊടുത്തതും അവരുടെ കൂടെ ഭക്ഷണം പാകം ചെയ്യാനും മറ്റും ഇവനാണ് കൂടെ പോയിരുന്നത്. ഈ പോച്ചേഴ്സ്, അതായത് ആണ്ടിക്കുഞ്ഞ്, വാസു, റെജി, ഇവരെല്ലാവരും ഒരുമിച്ചൊരു ഗ്യാങ് ആയിട്ടാണ് കാട്ടിനകത്ത് നീങ്ങിയിരുന്നത്. അവരുടെ കയ്യിൽ തോക്കും മറ്റ് ആയുധങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ റേഞ്ചിൽ, അതായത് തുണ്ടം റേഞ്ചിൽ മൊത്തം 11 ആനക്കേസാണുള്ളത്. അവർ 9 ആനേനെ വെടിവെച്ച് കൊല്ലുകയും ഒരെണ്ണത്തിൻ്റെ ചത്ത് കടന്നതിൻ്റെ കൊമ്പൂരിക്കൊണ്ടുപോയി എന്നുമുള്ളതാണ് കേസ്. അങ്ങനെയാണ് കേസിൻ്റെ ഉത്ഭവം. പിന്നെ അതിൽ നിന്ന് പ്രതികളെല്ലാം ഇവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും അവരെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയും അതിൽ നിന്നാണ് ഈ കേസ് ഡെവലപ്പ് ചെയ്ത് ഈ സ്റ്റേജ് വരെ ആയിട്ടുള്ളത്. കസ്റ്റഡി റിപ്പോർട്ടുകളും മറ്റും സമർപ്പിച്ച് ഇവരെ ഏറ്റുവാങ്ങാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കോടതിയിൽ കാത്തുനിന്നിരുന്നു. കോടതിയിൽ ഏറെ നേരം കാത്തുനിന്നുവെങ്കിലും പ്രയോജനം ഉണ്ടാവാത്ത സാഹചര്യത്തിൽ വൈകിട്ട് 6 മണിയോടെ ഇവർ ബന്ധുവിനൊപ്പം മടങ്ങുകയായിരുന്നു. കോടതി വിട്ട തങ്കച്ചി ബന്ധുവിന്റെ സംരക്ഷണയിൽ ജില്ലയിൽ തങ്ങുകയാണ് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ. കൊൽക്കത്തയിലെ മോത്തിലാൽ സ്ട്രീറ്റിലെ വീട്ടിൽ ഒളിവിൽ കഴിയവേ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പോലീസിന്റെ സഹായത്തോടുകൂടി കേരളത്തിൽ നിന്നെത്തിയ വനപാലക സംഘം ഇടമലയാർ ആനവേട്ട കേസിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇവിടെ കോടതിയിൽ ഹാജരാക്കുകയും അടുത്ത മാസം 23 വരെ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കീഴടങ്ങാൻ സന്നദ്ധതയറിയിച്ച് തങ്കച്ചി വനം വകുപ്പ് അധികൃതരെ സമീപിച്ചത്. കേസ് കോതമംഗലം കോടതിയിലായതിനാൽ കോതമംഗലത്തെത്തി കീഴടങ്ങുന്നതിനാവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കാമെന്ന് വനം വകുപ്പ് അധികൃതർ ഇവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇതുപ്രകാരം കൊൽക്കത്തയിൽ നിന്നും വനം വകുപ്പ് അധികൃതർ നാട്ടിലേക്ക് തിരിച്ച വിമാനത്തിൽ തങ്കച്ചിയും ഒപ്പം കൂടി. നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ വനപാലക സംഘം ഇവരെ കാത്തുനിന്ന ബന്ധുവിനടുത്തെത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും ആനവേട്ട കേസിൽ തങ്കച്ചിയുടെ മകൻ അജീഷിനെ വനപാലകർ അറസ്റ്റ് ചെയ്തിരുന്നു. രാവിലെ 10:30 ഇയാളെ വനം വകുപ്പ് അധികൃതർ കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചിരുന്നു. ഇതിനു പിന്നാലെ 40 വയസ്സോളം തോന്നിക്കുന്ന സ്ത്രീ സ്വയം കാറോടിച്ച് കോടതി സ്ഥിതി ചെയ്യുന്ന കെട്ടിട സമുച്ചയത്തിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുകയായിരുന്നു. വന്നപാടെ കാറിൽ നിന്ന് ഇറങ്ങിയെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ഇവർ വീണ്ടും കാറിൽ കയറി ഡോറടച്ചു. തങ്കച്ചി കോടതിയിൽ കീഴടങ്ങാൻ എത്തുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സൂചന നൽകിയിരുന്നതിനാൽ കാറിലെത്തിയ തങ്കച്ചി തന്നെയാണെന്ന് മാധ്യമപ്രവർത്തകർ ഉറപ്പിക്കുകയായിരുന്നു. തുടർന്ന് മാധ്യമപ്രവർത്തകർ ഡ്രൈവിംഗ് സീറ്റിനടുത്തെ ഡോറിന്റെ ഗ്ലാസ് താഴ്ത്തി സിന്ധു അല്ലേ എന്ന് ചോദിച്ചുവെങ്കിലും അതാരാ എന്നുള്ള മറുചോദ്യമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. പിന്നീട് AC ഓണാക്കി ഇവർ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വൈകിട്ട് 6 മണിയോടെ കോതമംഗലം കോടതിയിൽ നിന്നും തങ്കച്ചി പോകുമ്പോഴും ഈ കാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കാറിൽ ആരാണെത്തിയതെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾക്ക് അറിയില്ല എന്നായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മറുപടി. 8 മണിക്കൂറോളം കോടതി പരിസരത്ത് കാറിലിരുന്നത് തങ്കച്ചിയുടെ അടുത്ത ബന്ധു തന്നെയായിരുന്നെന്നും കീഴടങ്ങാൻ എത്തുന്നതിന് മുൻപ് പരിസരം വീക്ഷിച്ച് വിവരം നൽകുന്നതിനായിരുന്നു ഇവർ എത്തിയിരുന്നത് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം തങ്കച്ചിയെ കൂട്ടിക്കൊണ്ടുപോയതും ഇവർ തന്നെയായിരുന്നെന്നും വ്യക്തമാവുന്നു. തങ്കച്ചിയുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം പരമദയനീയമാണ് എന്നാണ് ഇവരെ പിടികൂടിയ വനപാലക സംഘം നൽകുന്ന സൂചനകൾ. തങ്ങൾ കസ്റ്റഡിയിലെടുത്തതോടുകൂടി വാടക വീട്ടിൽ നിന്നും വീട്ടുടമ ഇവരെ ഇറക്കിവിട്ടു എന്നും അസുഖങ്ങളുള്ള മകൾ ഇവരുടെ ബന്ധുവിന്റെ സംരക്ഷണയിലാണെന്നും മറ്റുമാണ്
വനപാലകർ വെളിപ്പെടുത്തുന്നത്. ഇവരുടെ ഭർത്താവ് സുധീഷ് ചന്ദ്രബാബു, മകൾ അമിത എന്നിവരെ ആനക്കൊമ്പിൽ തീർത്ത വിഗ്രഹങ്ങളുമായി കൊൽക്കത്തയിൽ റവന്യൂ ഇന്റലിജൻസ് പിടികൂടിയിരുന്നു. ഇതിനു പിന്നാലെ തിരുവനന്തപുരത്ത് നിന്നും ഇടമലയാർ ആനവേട്ട കേസുമായി ബന്ധപ്പെട്ട് മകൻ അജീഷിനെയും വനംവകുപ്പ് അധികൃതർ അറസ്റ്റ് ചെയ്തതാണ്. ഇതോടെ തങ്കച്ചി തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കേസിൽ അന്വേഷണവും തെളിവെടുപ്പുമെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കാമെന്നും പിന്നീട് ജാമ്യം ലഭിക്കും എന്നുമുള്ള വനംവകുപ്പ് അധികൃതരുടെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇവർ ജാമ്യം തീരുന്നതിനു മുൻപ് ഇന്നലെ കീഴടങ്ങാൻ എത്തിയത് എന്നാണ് മറുനാടന് ലഭിക്കുന്ന വിവരങ്ങൾ.